യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ 2019 കടന്നിരിക്കുകയാണ്. ഈ വർഷം വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിത് ഏറ്റുപറയുന്നു. ഈ വർഷം മുഴുവൻ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിനെ ഉയർത്തുക, യേശുവിൻ്റെ നാമത്തെ വാഴ്ത്തുക, യേശുവിനെ ആരാധിക്കുക, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. യേശു ദൈവമാണ്, അവിടുന്ന് മാനവരാശിയുടെ രക്ഷകനാണ്. അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായി നമുക്ക് ഒത്തിരിയേറെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ കൺവെൻഷനിൽ കർത്താവ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെച്ച് നമ്മെ അനുഗ്രഹിക്കാനായി കടന്നു വന്നിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്. പിതാവിന് നമുക്കറിയാം, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നും നമ്മോടൊപ്പമായിരിക്കുന്ന പിതാവിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഈ കൺവെൻഷൻ്റെ പേര് വഴിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. എന്തെന്നാ? കൃപ അഗ്നി. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. കൃപ അഗ്നിയായി ഇവിടെ പെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ, നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ കൃപ എങ്ങനെ കിട്ടുമെന്ന ദൈവവചനം പറയുന്നേ? ആര് വഴിയാ? യേശു ക്രിസ്തു വഴിയല്ലാതെ കൃപ ലഭിക്കാൻ മറ്റൊരു സാധ്യതയുമില്ല. യേശു ക്രിസ്തു വഴി കൃപ ലഭിക്കുന്നുണ്ടെങ്കിൽ
അത് പ്രകാശമായി അന്ധകാരത്തിൽ ഐസിയ പ്രവാചകന്റെ 9-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ 1-2 വാക്യങ്ങളിൽ ഐസിയ 9:1-2 അത് തന്നെ മത്തായി സുവിശേഷം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഐസിയ 9:1-2 പറയുന്നത് എന്താ? ഈ അന്ധകാരത്തിൽ വസിക്കുന്ന ജനത്തിന് എന്ത് കിട്ടിയെന്ന് പറയുന്ന ഐസിയ 9:1-2 അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. അപ്പോൾ അഗ്നി പ്രകാശം നമുക്ക് ലഭിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ കൃപ വേണം. ആ കൃപ ലഭിക്കണമെങ്കിൽ നമ്മളിവിടെ 1-2 ചോദ്യങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ 8-9 വാക്യങ്ങളിൽ, പ്രത്യേകിച്ചും 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ആട്ടിടയന്മാരുടെ മേൽ പ്രകാശിച്ച കാര്യം പറയുന്നുണ്ട്. വീണ്ടും പൂജരാജാക്കന്മാർക്ക് വഴികാട്ടിയായി പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അഗ്നിയുടെ പ്രകാശം കൃപ സത്യമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൃപയുണ്ടാകണം. ഞാനിവിടെ വരുമ്പോൾ സാബു ബ്രദർ പറഞ്ഞിരുന്നത് മാർക്കോസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ്. 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം അതെന്താണ്? സമയം പൂർത്തിയായി, സമാഗതമായി, പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തില് കൗശലക്കാരനായ സർപ്പം പിശാച് ആദിമാതാപിതാക്കന്മാരെ പാപം ചെയ്യിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് ദൈവത്തിൽ നിന്ന് അകലാൻ കാരണമായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി 2:7 വായിക്കുന്ന പോലെ മണ്ണിൽ നിന്നാണ്, പദാർത്ഥമാണ്. ആ മണ്ണിൽ ജീവൻ കൊടുത്ത് ജീവനുണ്ടായി, മൃഗമായി, ജീവനുള്ള ജന്തുവായി മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം തന്നെ 17-ാമത്തെ വാക്യത്തിൽ അവന് അറിവ് കൊടുത്തതായി പറയുന്നുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവനെ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ നടുവിൽ നിർത്തിയിട്ട് ഉൽപ്പത്തി 2:17 ഉൽപ്പത്തി നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ അറിവ് കൊടുത്തിട്ട് അതിൻ്റെ നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ ഈ ഫലം തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അവന് സ്വാതന്ത്ര്യം കൊടുത്തു, അറിവ് കൊടുത്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി 1:26 പറയുന്ന പോലെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പോൾ ദൈവരാജ്യം മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായി, പറുദീസായിൽ ദൈവരാജ്യത്തിലാക്കി. എന്നാൽ മനുഷ്യന് ലഭിച്ച സ്വാതന്ത്ര്യം, അവൻ്റെ അറിവ് ദുരുപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവരാജ്യം നഷ്ടപ്പെട്ടു. 3-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന പോലെ പിശാചിന്റെ പ്രലോഭനത്തിന് വിധേയപ്പെട്ട് അവൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവന് നഷ്ടപ്പെട്ട പറുദീസ, ദൈവരാജ്യം തിരികെ കൊണ്ടുവരാനാണ് മറിയത്തിൽ നിന്ന് ഈശോ ഭൂജാതനായത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എന്തിനാണ് യേശു ഭൂജാതനായി, അതിൻ്റെ അർത്ഥലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 3:16 നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി. ലക്ഷ്യം ഇതാണ്. ആദിമാതാപിതാക്കന്മാർ ദൈവത്തിൽ വിശ്വസിക്കാൻ കൽപ്പനയുണ്ടായിട്ടും വിശ്വസിച്ചില്ല, തെറ്റ് ചെയ്തു. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും മരണത്തെ തോൽപ്പിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവം തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ അയച്ചു. എന്തിനു വേണ്ടി? യേശു മനുഷ്യനായ അവതീർണനായ എന്ന ചോദ്യത്തിന് അല്ലയോ ദൈവവിശ്വാസികളെ, കൃത്യമായി വിശുദ്ധ ഗ്രന്ഥം ഉത്തരം പറയുന്നുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ, രക്ഷ കിട്ടാൻ. അതാണ് യോഹന്നാൻ 3:17 അവൻ വഴി ശിക്ഷ കിട്ടാതെ രക്ഷപ്പെടാൻ വേണ്ടിയാ യേശു ജനിച്ചത്, നമ്മെ രക്ഷിക്കാൻ. പാപം ചെയ്ത മനുഷ്യനെ, ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ. എങ്ങനെയാ യേശു ജനിച്ചത്? ആദിയിൽ എന്താണ് ഉണ്ടായെന്നാണ് യോഹന്നാൻ 1:1 പറഞ്ഞത്. 1:1-2 ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. വചനമുണ്ടായിരുന്നു. ആ വചനം ആരായിരുന്നു?
ആ വചനം ദൈവമായിരുന്നു. ആ വചനം ആരോടുകൂടിയായിരുന്നു? അപ്പോൾ ആദിയിൽ ദൈവത്തിന് കൊടുത്ത വാക്കാണ് വചനം. ആ വചനം 1:14 യോഹന്നാൻ എന്ത് ചെയ്തു? നമ്മോടൊപ്പം വസിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വചനം മാംസം ധരിച്ച്, യോഹന്നാൻ 1:14 മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോഴാണ് അവന്റെ മഹത്വം ദർശിച്ചത്, കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെതായ മഹത്വം. അപ്പോൾ ഈ ഏകജാതൻ എങ്ങനെയാണ് ഭൂജാതനായത്? മാർക്കോസ് 1:15 തന്നെയാണ്. എപ്പോഴാണ് യേശു ഭൂജാതനായത്? ആ ടൈം ഒന്ന് പറയാമോ? യേശു എപ്പോഴാണ് ജനിച്ചത്? യേശു എപ്പോഴാണ് ജനിച്ചത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. യേശു എപ്പോഴാണ് ജനിച്ചത്? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. എപ്പോഴാണ് യേശു ജനിച്ചത്? ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണത. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം, ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏതാ? അതാണ് ഫുൾനെസ് ഓഫ് ടൈം. ആ ഫുൾനെസ് ഓഫ് ടൈം ഈ ഭൂമിയിലുണ്ടായത്, അത് അതിൻ്റെ പൂർത്തിയിൽ വീണ്ടും പൂർത്തീകരിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലെത്തുമ്പോഴാണ്. ഏറ്റവും വലിയ ചരിത്ര സംഭവം, AD BC എന്ന ചരിത്രത്തെ വിഭജിച്ച സംഭവം, കാലസമ്പൂർണത. ആ സമയത്തിൻ്റെ പൂർത്തിയിൽ ദൈവം തൻ്റെ ഏകജാതനെ അയക്കുകയാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ അവിടെ 3 കുട്ടികളിരുന്ന് മുന്നിലിരുന്ന് എഴുതുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ ഒരു കുഞ്ഞിരുന്ന് താഴേക്ക് ഇറങ്ങാൻ പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ അപ്പച്ചൻ്റെ കയ്യിലെ കുഞ്ഞു പോലെയാണ്. മോനെ, ഇവിടെ മുന്നിലിരിക്കുന്നവനോടാണ് ചോദ്യം, നീ താഴെ തവളയെ കണ്ട, തുമ്പിയെ കണ്ട അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എന്താ ചെയ്യുക? താഴെ ഇറങ്ങി തുമ്പിനെ പിടിക്കാൻ പോയിട്ടില്ലേ? ഉവന്ന് തവളയെ പിടിക്കാൻ പോകും, ഇറങ്ങി നടക്കുക. അപ്പച്ചൻ പറയും, അമ്മച്ചി പറയും, എവിടേക്കാ പോകണം, അവിടെ നിൽക്കണമെന്ന് പറയും. ഇതൊക്കെ ഞാനും നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ആദിമാതാപിതാക്കന്മാരെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു തിരുവചനം പറയുന്നു. എന്നാൽ വിലക്കപ്പെട്ട കനി കാണിച്ചപ്പോൾ ഹവ്വ, നീ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞപ്പോൾ ഹവ്വ, അതുപോലെ തന്നെ ആദം അപ്പച്ചൻ്റെ കരങ്ങളിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന് താഴെ ഇറങ്ങി താഴെയുള്ള തവളയെ പിടിക്കാൻ എന്ന പോലെ ഞാനും നിങ്ങളും പാപം ചെയ്തു പോയി. നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴും ഈ ഇരിക്കുന്ന കൊച്ചുമക്കൾ ചെയ്യുന്ന പോലെ ഒന്ന് തിരിഞ്ഞ് അപ്പച്ചൻ്റെ മുഖത്തേക്ക് ഞാനും ഒരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടും. തവള ചെന്ന് വീഴുന്നത് എവിടെയാ? സാധാരണ തവള എവിടെ ചെന്ന് ചാടുക? കുളത്തിൽ, തോട്ടിൽ അല്ലേ? ദേ കിടക്കണം. ഏതെങ്കിലും അപ്പച്ചൻ പറയുമോ, ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ നീ അവിടെ കുളത്തിൽ അവിടെ കിടക്കണം? ഇല്ല. അവർ ചെയ്യുക എന്താ? അപ്പച്ചൻ എടുത്ത് ചാടും. ദൈവം തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെയാണ് യേശു ഭൂജാതനായത്? തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കിയത് കാലസമ്പൂർണത വന്നപ്പോൾ ഗലാത്യർ 4:4 പറയുന്ന പോലെ ദൈവം അയച്ചത് എങ്ങനെയാണെന്നാ പറഞ്ഞത്? അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. ഇവിടെയാണ് ദൈവം, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനാക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ ഇത് 2-ാമത്തെ അധ്യായത്തിൽ ദൈവം തന്നെ ശൂന്യനാക്കി അതേ കുരിശുമരണത്തോളം താഴ്ത്തി. ഒരു കഥയുണ്ട്, സാധു സുന്ദർ സിംഗിൻ്റെ കഥ. ഒരിക്കലും ഒരു ഇടയനുണ്ടായിരുന്നു. ഇടയന് കുറേ ആടുകൾ ഇടയനെ അനുസരിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ ഇടയൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു.
ചത്തുപോയ വലിയൊരു ആടിൻ്റെ രൂപം ധരിച്ച്, ആടിനെ പോലെ അത് ആടിൻ്റെ ആ തോലെടുത്ത് ധരിച്ച് ആടിനെ പോലെ നടക്കാൻ തുടങ്ങി, ആടിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി, ആടിനെ പോലെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഉടനെ മനുഷ്യനായി നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ ഒരുത്തൻ. ദൈവം സ്ത്രീയിൽ നിന്ന് സാധാരണ മനുഷ്യനായി ജാതനായി. ആടുകളെ നയിക്കാൻ ആ സാധു സുന്ദർ സിംഗ് പറയുകയാണ്, നമ്മെപ്പോലെ ഒരുവനായപ്പോൾ ദൈവം മനുഷ്യന്റെ രൂപം ധരിച്ചപ്പോൾ മനുഷ്യനായി തീർന്ന യേശുവിനെ അനുധാവനം ചെയ്യാൻ മനുഷ്യർക്ക് കൂടുതൽ സാധിച്ചു. ഇതാണ് മനുഷ്യാവതാരം. പൂർണ്ണ ദൈവമായ ഏകജാതനായ ദൈവമായ ക്രിസ്തു ഇതാ പൂർണ്ണ മനുഷ്യനായി. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നത്, അവൻ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന്. എങ്ങനെയാ ദൈവം മനുഷ്യനായത്? ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി 35-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ ദൈവം മനുഷ്യനായത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ നീ വരയണമേ. പരിശുദ്ധാത്മാവിന് 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായ അവതീർണനായതാണ്. ആ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് 4 വരി ഒന്ന് പാടാൻ പറ്റുമോ നിങ്ങൾക്ക്? ആത്മാവാം ദൈവമേ വരണേ, എല്ലാവരും ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവ് വന്നാൽ ഇന്നും എന്നിൽ വചനം മാംസം ധരിക്കും. ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. കാരണം അരനാട്ടുകര ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ദേവാലയം നിറച്ച് രോഗികൾ ഇരിക്കുകയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഇവർ 5-6 പേർ അല്ലെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും കൂടെ വേഗം ദേവാലയത്തിലേക്ക് ഓടി വരിക. ഈ മകന് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു കൈലി ആണ് ഉടുത്തിരിക്കുന്നത്, കൈലിമുണ്ടും. അമല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് മകനെയും കൊണ്ട് വരികയായിരുന്നു. ഒരു സെക്കൻഡ്. ഈ മകൻ്റെ കൈലി ഉടുത്തിട്ടുണ്ട്, ഒരു ഷർട്ട്, തോളയിൽ ഒരു തോർത്തൊക്കെ കിടപ്പുണ്ട്. ഓടി വന്നു. അപ്പം ഞാൻ പാടിച്ചോണ്ട് ഇവർ കയറി വരുന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഗൗരവമുള്ള കാര്യമുണ്ട്. പെട്ടെന്ന് ഞാൻ ഇവരെ എൻ്റെ അടുക്കടിക്ക് ഒന്ന് വിളിച്ചു, എന്താണെന്ന് ചോദിച്ചു. പിന്നെ വലിയ സങ്കടത്തോടെ ഇവർ പറഞ്ഞു, ഈ കുഞ്ഞിന് ചാക്കോച്ചന് ബ്ലഡ് ക്യാൻസറാണ്, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവനെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നത്തെ കാര്യം നിങ്ങൾക്ക് കേൾക്കണ്ടല്ലോ. ഇവരെല്ലാവരും കരച്ചില്ല. എനിക്ക് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എങ്ങനെ അടിച്ചില്ല. കാരണം ഈ മകന് ഞാൻ കാണുന്നു എങ്ങനെ അടിച്ച് കരയുകയാണ്. കുഞ്ഞിൻ്റെ അപ്പനാണ്. എല്ലാവരും കരച്ചില്ല. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി വലിയ തീഷ്ണ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തുടർന്നുള്ള പല കൺവെൻഷനിലും ആരാധനയിൽ ഞാൻ പറഞ്ഞു, ചാക്കോച്ചനെന്ന കുഞ്ഞ് ക്യാൻസറാണ്, ഇന്നൊരു മോനാണ്, കാര്യമൊക്കെ നമ്മൾ എല്ലാവരെ കൊണ്ടും ആരാധനകളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അതിന് വലിയ ഫലമുണ്ടായി. ഇന്ന് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയുമായിട്ട് അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നിരിക്കുക. എൻ്റെ പേര് നോമി. എൻ്റെ വീട് പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ വീട്.
പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സാക്ഷ്യം. അപ്പം ഞാനതൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു നാടകം പോലെയാണ് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത്, ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇതുവരെയ്ക്കും. ഏതൊരു അവിശ്വാസിയെ പോലെയും ഞാൻ അവിശ്വസിച്ചു. ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ സാബു ബ്രദർ പറഞ്ഞൊരു പ്രതീക്ഷയുടെ വാചകമുണ്ട്, അത്ഭുതം സംഭവിക്കുന്നു. അതുപോലെ തന്നെ അത്ഭുതം സംഭവിച്ചു. ദൈവത്തിന് നന്ദി. മോന് പനിയായിട്ടാണ് ഞങ്ങൾ ഡോക്ടർ ജോണി വിൻസെന്റിന്റെ അടുത്തേക്ക് പോവായിരുന്നു. കുറേ പ്രാവശ്യമായിട്ട് പോയിട്ടും എൻ്റെ പനി മാറില്ല. ഭയങ്കര പനിയൊന്നുമില്ല, ചെറുതായിട്ട് വൈകുന്നേരം മാത്രമേ പനി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ വിഷമായി. പിന്നെ ഞങ്ങൾ അമല ഹോസ്പിറ്റലിലേക്ക്, ഡോക്ടർ പറഞ്ഞത് അമൃതയിൽ പോയിട്ട് ബോൺ മാരോ ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ അടുത്ത അമലയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി ചെന്നപ്പോൾ പെട്ടെന്ന് ബോൺ മാരോ ടെസ്റ്റ് ഒന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവർ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഉറപ്പായി. എന്നുവെച്ചാൽ അവൻ്റെ ലിവർ ഭയങ്കര വലുതായിട്ടുണ്ടായിരുന്നു, സ്പ്ലെയിൻ വലുതായിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്പ്ലെയിനിൽ, ലിവറിൽ, പാൻക്രിയാസിൽ, ഹാർട്ടിൽ നിന്ന് വരുന്ന ട്യൂബിൽ അവിടെയൊക്കെ കഴലകളായിരുന്നു. അപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ പറയുന്നത് എനി ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി ഓർ ലിംഫോമ, ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്യാൻസർ ആണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളിവിടെ എന്തായാലും ചികിത്സിക്കണില്ല, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. RCCയിലേക്ക് വേണമെങ്കിൽ പോവാം, നിങ്ങളുടെ കയ്യിൽ പൈസ കുറച്ചുകൂടി എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലൂർക്ക് പോവാം, അവിടെ മജ്ജ മാറ്റി വയ്ക്കൽ വരെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴാണ് ബ്രദറിൻ്റെ അവിടെ കയറിയിട്ട് പ്രാർത്ഥിക്കാം. അവിടെ അയൽക്കത്തുള്ള ആൾക്കാർ പറഞ്ഞു അവിടെ ധ്യാനം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചു. ബ്രദർ എല്ലാ ദിവസവും അവിടുത്തെ കൺവെൻഷനിലും പ്രാർത്ഥിച്ചു, അതുപോലെ പാവർട്ടി കൺവെൻഷനിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നന്നായിട്ട് മാതാവിനോട്, കൃപാസന മാതാവിനോട് നന്നായി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു. ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞത് വൈറസ് ഇൻഫെക്ഷനൊന്നുമല്ല, നാളെ നമുക്ക് ബോൺ മാരോ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിൽ നല്ല ടിഷ്യൂ കിട്ടില്ല, അപ്പോൾ ലിംഫനോട്, കഴലും കൂടി നമുക്ക് ബയോപ്സിക്ക് എടുക്കണം. ഫസ്റ്റ് എന്തായാലും ബോൺ മാരോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. ലുക്കിമിക്ക് വേണ്ടിയിട്ടാണ് ഈ ബോൺ മാരോ ടെസ്റ്റ്. അത് പലതരം ലുക്കിമി ഉണ്ട്. അതിൽ മജ്ജയും ബ്ലഡ്, കുട്ടികൾക്ക് വരുന്ന ലുക്കിമി, അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് റിസൾട്ട് പിറ്റേ ആഴ്ച വന്നു. ഡോക്ടർക്ക് ഒരുവിധം ഉറപ്പായിരുന്നു ഉണ്ടെന്ന്. വന്നപ്പോൾ അതിൽ നെഗറ്റീവായിരുന്നു. ആവണേക്കാളും മുമ്പ് ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ദിവസം കൂടി ഒരു റിസൾട്ടും കൂടി ഉണ്ട്, അതിന് വെയിറ്റ് ചെയ്യേണ്ട, എന്തായാലും ലിംഫോമയ്ക്ക് വേണ്ടിയിട്ട് നോഡ്, അത് കഴലെടുത്തിട്ട് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബയോപ്സി എടുത്ത് നോക്കിയപ്പോഴും അതിലൊന്നുമില്ല. എന്നിട്ടും ഡോക്ടർക്ക് വിശ്വാസമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ കുറച്ചും കൂടി സെല്ല് കൂടുതൽ കാണാനുണ്ട്, ഒരു പ്രാവശ്യം കൂടി അത് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് വിട്ടു. എന്നിട്ട് ഡോക്ടർ അത് വന്നപ്പോഴും ഡോക്ടർക്ക് ഒന്നും പറയാൻ പറ്റണില്ല, അതിലൊന്നും കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും ഇല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെ സിംറ്റംസ് ഒരു കുട്ടി കാണിക്കില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും അസുഖം അവനുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞങ്ങളോട് ജനുവരി 4-ാം തീയതി അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4-ാം തീയതി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഓസോൺ എന്ന് പറഞ്ഞൊരു സ്കാൻ സെൻറ്ററിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ചൊവ്വാഴ്ച കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു ശനിയാഴ്ചക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പം സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. അന്ന് സ്കാനിലുണ്ടായ ഒരു കുഴപ്പം, ലിവർ നോർമലാണ്, സ്പ്ലീൻ നോർമലാണ്, ഒരു കഴലുകളും അവനില്ല. ദൈവം ഞങ്ങൾക്ക് യേശുവേ സ്തോത്രം, യേശുവേ. ഹല്ലേലൂയ. കയറി നിൽക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം അനുവദിച്ചാൽ ആ സഹനത്തിലൂടെ വലിയ വിശുദ്ധീകരണം, വലിയ അനുഗ്രഹം കർത്താവ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നോബി ഈ കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നോബിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു?
സത്യം പറഞ്ഞാല് ലാസ്റ്റ് നിലയ്ക്കുന്നുള്ളൊരു നിലയ്ക്ക് സാബു ബ്രദറിന്റെ അടുത്തേക്ക് വരാൻ തൊട്ടപ്പുറത്തെ ചേച്ചി പറഞ്ഞു, ഞാൻ ധ്യാനത്തിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല, ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്, വെറുതെ എല്ലാവരും കൈ പിടിക്കുന്നു ജയ് വിളിക്കുന്നു, ഞാൻ അങ്ങനെ കരുതിയിരുന്നുള്ള ധ്യാനത്തിൽ. പക്ഷെ എനിക്കിതിപ്പോ ബ്രദർ പറഞ്ഞ അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞത്, രണ്ടാമതൊന്ന് പാവർട്ടിയിൽ വന്ന് ബ്രദർ പറഞ്ഞു പേരെടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നത് അത്ഭുതം സംഭവിക്കും. ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല, ആശ്വസിപ്പിക്കാൻ പറയാന്നാണ് കരുതിയത്. ബ്രദർ എല്ലാവരോടും പറയുന്നത് ശരിയാവും, അങ്ങനെ ഞാൻ കരുതിയത്. രണ്ടാമത് പാവർട്ടിയിൽ വന്നപ്പോൾ ബ്രദർ പേരെടുത്ത് വിളിച്ചു, എൻ്റെ പള്ളിയിലെ പേര് ചാക്കോച്ചന് അസുഖം ഭേദമാവും, അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി വിശ്വാസത്തിലേക്ക് അടുത്തിരുന്നു. ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അമലയിലെ റിപ്പോർട്ടാണ്. ഈ കുഞ്ഞിന് പ്ലീഹയില്, ലിവറിൽ, ലങ്സിൽ എല്ലാം മുഴകളുണ്ട്. അതുകൂടാതെ ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഈ പേപ്പറിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടുണ്ട് അല്ലേ. ഇത് ഇന്ന് സ്കാൻ ചെയ്തതാണ്. ഇന്ന് തൃശ്ശൂർ സ്കാൻ ചെയ്തതാണ്. സ്കാനിങ് കഴിഞ്ഞാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് സാക്ഷി പറയാനായിട്ട്. ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കാണാം, സ്കാനിങ്ങിൻ്റെ ഇതിവിടെ കാണാം. കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിൽ മുഴകളൊന്നുമില്ല, കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ഇല്ലെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. കൈയടിച്ചു കർത്താവിനെ നമുക്ക് ബന്ധപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കർത്താവ് അത്ഭുതമാക്കി മാറ്റുകയാണ്. നോബിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷേ വിശ്വാസമില്ലെങ്കിലും എനിക്കുറപ്പുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതല്ല ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. കാരണം അത്ര ഒരു ഹൃദയം നന്ദാ പ്രാർത്ഥിച്ചു. കാരണം ഞാനും ഒരു പിതാവാണ്, 5 മക്കളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരപ്പൻ്റെ മനസ്സിലെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാവും. തൻ്റെ കുഞ്ഞിനായിട്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിതുമ്പിക്കരയുക. ഞാൻ കണ്ടു തോർത്തിങ്ങനെ വായിക്കാത്ത വെച്ച് ഈ മകൻ കരയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ അത് സ്പർശിച്ചു. അത് കഴിഞ്ഞ് പല ആരാധനകളിൽ കൺവെൻഷനിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ കരുണയുടെ സ്പർശനമാണ് ഈ ചാക്കോച്ചൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചത്. ഹല്ലേലൂയ. മോനെ കൂടെ നോക്കിക്കട കൂട്ടാ ഉണ്ടോ? ഈ കുഞ്ഞിൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ട് കർത്താവ് ഹീൽ ചെയ്തിരിക്കുക. നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. എന്താ മോടെ പേരെന്താ? ജോവിയ. ഈ കുഞ്ഞിന് അസുഖം ഉണ്ടായപ്പോൾ നിങ്ങൾ ഒത്തിരി സങ്കടമായിരുന്നല്ലേ? നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും ദൈവം മാറ്റി തരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ഓടി വന്നത് അല്ലേ? ഓടി വന്നു. അരനാട്ടുകര പള്ളിയിൽ അവിടെ വെച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പാവറട്ടി കൺവെൻഷൻ നടക്കുമ്പോൾ വെല്ലൂരിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ അവിടെ കൊണ്ടുവന്നു. അന്നും പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം. സൗഖ്യം നൽകുന്നത് യേശുവാണ്. ക്യാൻസറോ ട്യൂമറോ എയ്ഡ്സോ മാനസിക രോഗമോ ഓട്ടിസമോ എന്തുമാവട്ടെ, യേശു തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ്. അവൻ തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ.